തമിഴ്നാട്ടിലെ MP വയനാടിനെ മുൻനിർത്തിയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കഥകളി പദങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെ. അതായത് കേരളത്തെ അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട ചെലവ് പോലും ഈ ദുരിതം അനുഭവിക്കുന്ന ജനത നൽകുന്നു എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ള വശം. കേന്ദ്ര ഏജൻസികൾ ഏതെങ്കിലും തരത്തിൽ നമ്മുടെ ദുരന്തമുഖത്ത് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ ചെലവും ഇവര് സംസ്ഥാന ഗവൺമെന്റിൽ നിന്ന് പിടിച്ചു മേടിക്കുകയാണ്. എനിക്ക് തോന്നുന്നില്ല ഈ പണ്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചപ്പോൾ കോളനിയായിരുന്ന ഇന്ത്യയോട് ഇതുപോലൊരു സമീപനം സ്വീകരിച്ചിട്ടുണ്ടോ എന്നുള്ളത്. കേരളത്തെ ഒരു കോളനിയേക്കാൾ മ്ലേച്ഛമായ ഒരു സ്ഥിതിയിലാണ് ഡൽഹിയിലെ കേന്ദ്ര സർക്കാർ നോക്കിക്കാണുന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കി. ഈ വ്യോമസേനയ്ക്ക് നമ്മൾ നൽകിയിട്ടുള്ള ഒരു സല്യൂട്ടുണ്ട് കേരള ജനത. ആ സല്യൂട്ടിന് പോലും ഈ പറയുന്ന പണം മേടിക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ വ്യോമസേന മാറി, അല്ലെ അവരെ മാറ്റിയിരിക്കുകയാണ്. CPIMന്റെ രാജ്യസഭാ MP ജോൺ ബ്രിട്ടാസിന്റെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത്. ഇന്ന് പാർലമെന്റിന് മുന്നിൽ കേരളത്തിലുള്ള MPമാരുടെ സംയുക്ത പ്രതിഷേധമുണ്ടായിരുന്നു. കേരളത്തിലുള്ള BJP ഇതര MPമാരുടെ സംയുക്ത പ്രതിഷേധമുണ്ടായിരുന്നു. കേന്ദ്രത്തിന്റെ അവഗണനയിൽ പ്രതിഷേധിച്ചായിരുന്നു അവർ പാർലമെന്റിന് മുന്നിൽ സമരം നടത്തിയത്. അതിനുശേഷം മാധ്യമങ്ങൾ കണ്ട സമയത്ത് ജോൺ ബ്രിട്ടാസ് പറഞ്ഞ കാര്യങ്ങളാണ് പ്രേക്ഷകർ ആദ്യമേ കേട്ടത്. അതിലദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട്ടിൽ വന്ന് ഫോട്ടോഷോ നടത്തിയതിനുള്ള ചെലവ് പോലും സംസ്ഥാന സർക്കാരാണ് വഹിച്ചത്. മാത്രമല്ല വ്യോമസേനയ്ക്ക് കേരളം കൊടുത്ത സല്യൂട്ടിന് പോലും വിലയിടുന്ന രീതിയാണ് കേന്ദ്രം നടത്തുന്നത്. അദ്ദേഹം ആഞ്ഞടിച്ചിരിക്കുകയാണ്. കേന്ദ്ര ആഭ്യന്തര വകുപ്പിനെതിരെ രൂക്ഷമായ വിമർശനമാണ്, അമിത്ഷായ്ക്കെതിരെ രൂക്ഷമായ വിമർശനമാണ് ജോൺ ബ്രിട്ടാസ് നടത്തിയിട്ടുള്ളത്. മാത്രമല്ല കേരളത്തിന് വേണ്ടി കേരളത്തിന് പുറത്തുള്ള തമിഴ്നാട്ടിലുള്ള MP സംസാരിക്കുമ്പോൾ കഥകളി നടത്തി കോപ്രായം കാണിക്കുകയായിരുന്നു സുരേഷ് ഗോപി എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. ഈ പ്രതിഷേധം മുമ്പോട്ട് കൊണ്ടുപോകാനാണ് UDF LDF കൂടി തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ആരംഭം എന്ന നിലയ്ക്കാണ് ഇന്ന് സംയുക്തമായിട്ട് പാർലമെന്റിന് മുമ്പിൽ ഞങ്ങൾ സമരം ചെയ്തത്. കേരളം ഇന്ത്യയുടെ ഭാഗമാണ്. കേരളത്തോട് കാണിക്കുന്ന ഈ അവഗണന എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങൾക്കൊക്കെ പ്രത്യേക പാക്കേജുകൾ കൊടുക്കുമ്പോൾ കേരളത്തെ മാത്രം അവഗണിക്കുന്നു എന്ന് മാത്രമല്ല, റെസ്ക്യൂ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആ ചെലവ് പോലും കേന്ദ്ര സർക്കാർ കേരളത്തിൽ നിന്ന് പിടിച്ചെടുക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട ചെലവ് പോലും ഈ ദുരിതം അനുഭവിക്കുന്ന ജനത നൽകുന്നു എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ള വശം. യഥാർത്ഥത്തിൽ വയനാട് സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ തുടക്കം മുതൽ പറയുന്നതെല്ലാം പച്ചക്കളവാണെന്നുള്ള കാര്യം തെളിഞ്ഞിരിക്കുകയാണ്. ആദ്യം അമിത്ഷാ പാർലമെന്റിൽ ഞങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയത്തിന് നൽകിയ മറുപടി എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ കാലാവസ്ഥാ ഏജൻസികൾ നടത്തിയ പ്രവചനത്തെ കേരളം ധിക്കരിച്ചു എന്നുള്ളതാണ്, അത് മാനിച്ചില്ല എന്നുള്ളതാണ്. അതിനുശേഷം പിന്നെ കോറിയുടെ കഥയുമായിട്ട് പരിസ്ഥിതി മന്ത്രി രംഗത്ത് വന്നു. ഇത് രണ്ടും പച്ചക്കളവാണെന്ന് തെളിഞ്ഞു. പ്രധാനമന്ത്രി വന്ന് വാഗ്ദാനം ചെയ്ത ആ പറയുന്ന സഹായം പോലും കേരളത്തിന് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ദൗർഭാഗ്യകരമായ അവസ്ഥ. ഈ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ പൈസയും അത്തരത്തിലാണോ? പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കാൻ വേണ്ടി ലക്ഷക്കണക്കിന് രൂപയല്ലേ കേരള ഗവൺമെന്റ് മുടക്കിയത്. ആ തുക പോലും കേരളത്തിന് നൽകിയിട്ടില്ലല്ലോ. അദ്ദേഹം ആശുപത്രിയിൽ വന്ന് ഒരു കുഞ്ഞിനെ എടുത്തു വെച്ച ആ കുഞ്ഞിന്റെ വിരലുകളൊക്കെ അദ്ദേഹത്തിന്റെ താടിയിലൂടെ ഉഴുത് ആ ചിത്രങ്ങളൊക്കെ ഈ ഡൽഹിയിലെ പത്രങ്ങളിലൊക്കെ പ്രദർശിപ്പിച്ചിട്ട് വലിയ പരസ്യം ഉണ്ടാക്കി. എന്നിട്ട് ഒരു രൂപ പോലും കേരളത്തിൽ നൽകുന്നില്ല. ഇതല്ലേ BJPയുടെ സമീപനം. അത് മാത്രമല്ല, ഈ ദുരന്തം സംബന്ധിച്ച് എല്ലാ വിവരങ്ങളും കേരള ഗവൺമെന്റ് ഇവിടെ നൽകിയിട്ട് ഇല്ല എന്ന് പറഞ്ഞൊരു വിവരം തന്നു. ഞാൻ ചോദിച്ച ചോദ്യത്തിന് നവംബർ 27 ആഭ്യന്തരമന്ത്രി നൽകിയ 7 പേജ് വരുന്ന മറുപടിയിൽ കൃത്യമായി പറയുന്നുണ്ട് കേരളം ഓരോ ഘട്ടത്തിലും നൽകിയിട്ടുള്ള നിവേദനത്തിന്റെ ഹർജിയുടെ വിശദാംശങ്ങൾ. അപ്പോൾ ഒന്നുമില്ലാത്തതാണ് ഇപ്പോൾ പുതുതായിട്ട് കണ്ടെത്തിയിരിക്കുന്നത്. ഇപ്പോൾ DNA ടെസ്റ്റിന് പോലും, അത് ശവശരീരങ്ങളുടെ ടെസ്റ്റിന് പോലും കേന്ദ്രം തുക ചോദിച്ചു എന്നൊരു വാർത്ത പുറത്തു വരുന്നുണ്ട്. ഇതെങ്ങനെയാണ്? കേന്ദ്ര ഏജൻസികൾ ഏതെങ്കിലും തരത്തിൽ നമ്മുടെ ദുരന്തമുഖത്ത് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ എല്ലാ ചെലവും ഇവര് സംസ്ഥാന ഗവൺമെന്റിൽ നിന്ന് പിടിച്ചു മേടിക്കുകയാണ്. പ്രളയകാലത്ത് നമുക്ക് സൗജന്യ അരി തരുന്നു എന്ന് പറഞ്ഞ് വലിയ വാർത്തയുണ്ടാക്കിയ ശേഷം ആ സൗജന്യ അരിയുടെ വില ഇവർ പിടിച്ചു മേടിച്ചു. അതായത് ഒരു കണക്കിന് ഇതിനെ ഒരു കച്ചവടമാക്കി മാറ്റിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. എനിക്ക് തോന്നുന്നില്ല ഈ പണ്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചപ്പോൾ കോളനിയായിരുന്ന ഇന്ത്യയോട് ഇതുപോലൊരു സമീപനം സ്വീകരിച്ചിട്ടുണ്ടോ എന്നുള്ളത്. കേരളത്തെ ഒരു കോളനിയേക്കാൾ മ്ലേച്ഛമായ ഒരു സ്ഥിതിയിലാണ് ഡൽഹിയിലെ കേന്ദ്ര സർക്കാർ നോക്കിക്കാണുന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്.
തിങ്കളാഴ്ച ഞങ്ങൾ വീണ്ടും ആലോചിക്കുന്നുണ്ട്. എല്ലാ എം പിമാരും എന്തായാലും ഇന്ന് വളരെ കൃത്യമായിട്ടൊരു സന്ദേശം ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. കേരളം ഒന്നാണ്, ഒറ്റക്കെട്ടാണ്, ഐക്യത്തോടു കൂടി തന്നെ കേരളത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഡൽഹിയിൽ പ്രക്ഷോഭം ചെലുത്തുമെന്നുള്ളത്. 2 BJP മന്ത്രിമാർ ഇതിന്റെ കേരളത്തിൽ നിന്നുണ്ടല്ലോ, എന്തായിരിക്കും അവരെയും കൂടി യോജിപ്പിക്കുമോ അവരെ കാര്യം? ഒരു BJP MP കഴിഞ്ഞ ദിവസം നമ്മുടെ സംസ്ഥാനത്തെ MP അല്ലെങ്കിൽ പോലും തമിഴ്നാട്ടിലെ MP വയനാടിനെ മുൻനിർത്തിയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കഥകളി പദങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെ. അതായത് കേരളത്തെ അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലുള്ള നേതാക്കളും ജനപ്രതിനിധികളുമുള്ള BJPയുടെ ഭാഗത്ത് നിന്ന് പ്രത്യേകിച്ച് എന്തെങ്കിലും നല്ലത് വരുമെന്ന് ഞങ്ങൾ ആരും ആഗ്രഹിക്കുന്നില്ല. ചില സംസ്ഥാനങ്ങൾക്ക് തുക അനുവദിക്കുന്നതിൽ സാങ്കേതിക തടസ്സങ്ങൾ പ്രശ്നമല്ല എന്നാണ് പലപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ നമുക്ക് നിയമപരമായിട്ടോ അങ്ങനെ എന്തെങ്കിലും തരത്തിൽ മുന്നോട്ട് പോകാൻ പറ്റുമോ? ഇപ്പം തന്നെ ഈ കേസ് ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. സ്വാഭാവികമായിട്ടും നിയമപരമായിട്ടുള്ള അല്ലെങ്കിൽ ജുഡീഷ്യറി ഭാഗത്തു നിന്നുള്ള ഇടപെടൽ ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതിലൊരു തീർപ്പ് കൽപ്പിച്ചിട്ട് മാത്രമേ മറ്റ് നിയമ നടപടികളിലേക്ക് പോകാൻ കഴിയുള്ളൂ. എന്ന് വെച്ചാൽ ഇപ്പോൾ സുപ്രീം കോടതിയിലേക്ക് പോകാൻ പറ്റില്ല, ഹൈക്കോടതിയിൽ ഇരിക്കുന്ന ഒരു കേസ് എന്നുള്ളതുകൊണ്ട്. MP, നമ്മൾ ഈ ഒരു വലിയ ദുരന്തമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ആരിൽ നിന്ന് സഹായം വന്നാലും മതിയാകില്ലെന്നൊരവസ്ഥ. അപ്പോൾ വ്യോമസേന നാട്ടിൽ വന്ന് നടത്തിയ രക്ഷാപ്രവർത്തനത്തിൽ അടയ്ക്കാൻ പറഞ്ഞേക്കുന്ന തുക ഏതാണ്ട് 130 കോടിയോളം ഉണ്ടെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ആ സേനയെ പോലും ഒരു കളങ്കിതപ്പെടുത്തുന്ന അവസ്ഥയാണ്, അല്ലെങ്കിൽ ഈ സിസ്റ്റം മൊത്തത്തിൽ മാറേണ്ട കാലം അതിക്രമിച്ചു. എന്താണ് ശരിക്കും വേണ്ടത്? കേരളത്തിലെ ജനപ്രതിനിധികളും സർക്കാരും മാധ്യമങ്ങളൊക്കെ ഈ പറയുന്ന വ്യോമസേനയുടെ സേനാംഗങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് നൽകിയ സ്നേഹ വായ്പ നമ്മളെല്ലാം ശ്രദ്ധിച്ചുള്ളതാണ്. ഈ വ്യോമസേനയ്ക്ക് നമ്മൾ നൽകിയിട്ടുള്ള ഒരു സല്യൂട്ടുണ്ട് കേരള ജനത. ആ സല്യൂട്ടിന് പോലും ഈ പറയുന്ന പണം മേടിക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ വ്യോമസേന മാറി, അല്ലെ അവരെ മാറ്റിയിരിക്കുകയാണ്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണല്ലോ, കേന്ദ്ര സർക്കാർ പറയാതെ അങ്ങനെ ഒരു ബില്ല് അയക്കില്ല എന്നുള്ള കാര്യം വ്യക്തമാണല്ലോ. ഇപ്പോൾ കേരളത്തിന് നൽകിയ മഹാപ്രളയകാലത്ത് നൽകിയിട്ടുള്ള അരിക്ക് പൈസ മേടിക്കണമെങ്കിൽ കേന്ദ്ര സർക്കാർ തീരുമാനിക്കണ്ടേ? അപ്പോൾ ഇതൊരു പൊളിറ്റിക്കൽ ഡിസിഷനാണ്. കേരളത്തെ അവഗണിക്കുക, അതുപോലെ തന്നെ കേരളത്തെ തകർക്കുക എന്നുള്ളത്. ആ ഒരു നിലപാടിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധമാണ് ഇന്ന് പാർലമെന്റിൽ ഞങ്ങൾ നടത്തിയത്.